നമസ്കാരം. നവംബർ 28, 2024 തൊട്ട് ഏപ്രിൽ 10, 2025 വരെയുള്ള സമയങ്ങളിൽ വ്യാഴം രോഹിണി നക്ഷത്രത്തിലൂടെ ധനുരാശിയുടെ 6-ാം ഭാവത്തിലൂടെ ഗോചരം ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ ഈയൊരു വർഷം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ചൊവ്വയുടെ ഗോചരവും ധനുവിൽ നിന്ന് 7-ലും 8-ലുമായിട്ട് ഏകദേശം ജൂൺ 7, 2025 വരെ ഗോചരം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലഗ്നാധിപൻ്റെ ഇങ്ങനെയുള്ള ഗോചരമാണെങ്കിലും ഈ ചൊവ്വയുടെ അവസ്ഥയാണെങ്കിലും ധനു രാശിക്കാരാണെങ്കിലും ധനു ലഗ്നക്കാരാണെങ്കിലും, ലഗ്നം എന്നത് തനുഭാവമാണ്, ശരീരഭാവമാണ്. അപ്പോൾ ലഗ്നത്തിൽ നിന്നുള്ള ഒരു അവസ്ഥ വെച്ചിട്ടാണെങ്കിലും ചന്ദ്രരാശി വെച്ചിട്ടാണെങ്കിലും ഇത് കുറച്ചുകൂടി ധനു പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരിത് സ്വാധീനം ചെലുത്താൻ പോകുന്നൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്നത് കുറച്ചുകൂടി ഒരു അവയർനെസ് തരാനാണ് വരുന്ന സമയങ്ങളെക്കുറിച്ച്. ചന്ദ്രൻ്റെ നക്ഷത്രം, അതായത് അഷ്ടമ ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ചന്ദ്രൻ്റെ നക്ഷത്രമാണ് രോഹിണി. ആ രോഹിണിയിലൂടെ വ്യാഴം ഗോചരം ചെയ്യുമ്പോൾ, അത് 6-ാം ഭാവത്തിൽ ഗോചരം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. നിങ്ങളുടെ നിങ്ങൾക്ക് ഉപദേശം തരുന്ന ആൾക്കാർ നിങ്ങളുടെ സുഹൃത്തുക്കളോ, കാരണം ഇവിടെ അഷ്ടമത്തിലും 7-ലുമായിട്ട് ചൊവ്വയുടെ ഗോചരമുണ്ട്. അപ്പോൾ കർക്കിടകത്തിൽ ചൊവ്വ ഇരിക്കുകയാണെങ്കിൽ പോലും, അഷ്ടമത്തിലാണെങ്കിൽ പോലും അത് നിങ്ങളുടെ സിബ്ലിങ്സ്, അതുപോലെ സുഹൃത്തുക്കളാണെങ്കിലും, അപ്പോൾ ഇത്തരം ആൾക്കാരുടെ അടുത്തുനിന്നുള്ള ഉപദേശങ്ങളാണെങ്കിലും ബന്ധമാണെങ്കിലും ഒക്കെ ഒന്ന് സൂക്ഷിക്കേണ്ട സമയമാണ്. ധനു രാശിക്കാരാണെങ്കിലും ധനു ലഗ്നക്കാരാണെങ്കിലും ചൊവ്വയുടെ മഹാദശ, രാഹുവിൻ്റെ മഹാദശ, ചന്ദ്രൻ്റെ മഹാദശ, അതുപോലെ വ്യാഴത്തിൻ്റെ അവസ്ഥ ജാതകത്തിൽ എങ്ങനെയാണ് എന്നതിനനുസരിച്ചിട്ട് വ്യാഴത്തിൻ്റെ മഹാദശയാണെങ്കിൽ പോലും മൊത്തത്തിൽ ഇത് പാപഗ്രഹങ്ങളുടെ ദശ അന്തർദശകളാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇഫക്റ്റ് തരും. തീർച്ചയായിട്ടും ജാതകത്തിൽ ഇവരെവിടെ ഇരിക്കുന്നു എന്നത് മുഖ്യമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ടുന്ന ഒരു സമയങ്ങളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ടൊരു ചെറുതായിട്ടൊരു സൂചന തരാനാണ് ഈ വീഡിയോ. പറഞ്ഞു വരുന്നത്, ആകസ്മികമായിട്ട് നിങ്ങൾ ഇമോഷണലായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു, ഒരു മാസത്തേക്കുള്ള ഫലം, അമാവാസ്യയുടെ ഫലമാണ്. വൃശ്ചികത്തിൽ ഉണ്ടാകുന്ന അമാവാസ്യ വൃശ്ചികത്തെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ള സമയത്ത് രാഹുവും ശനിയുമൊക്കെ. അപ്പോൾ അത് അടുത്ത മാർച്ച് മെയ് മാസം വരെ ശനിയും രാഹുവും അങ്ങനെ സ്വാധീനിക്കുന്നുണ്ട് വൃശ്ചികത്തെ. അപ്പോൾ ഒന്നുകൂടി എടുത്തു പറയാനുള്ളത്, ഏതെങ്കിലും തരത്തിൽ പിതൃസ്വത്തിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ അതിലൊക്കെ ഒരു സാവകാശം ഒന്ന് ചിന്തിച്ചിട്ടൊക്കെ മുന്നോട്ട് പോകേണ്ടുന്ന സമയമാണ്. എടുത്തുചാടി തീരുമാനമെടുക്കരുത്. അത്തരം പ്രശ്നങ്ങളിൽ സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലും ഷെയർ മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും പിതൃസ്വത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും കോടതി കേസ്, കോടതി വഴക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലാണെങ്കിലൊക്കെ നല്ലൊരു അഡ്വൈസ് എടുത്തിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അതായത് ഇത് വരുന്ന വർഷത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. കാരണം ഇവിടെ ഏപ്രിൽ മാസം വരെ വ്യാഴം രോഹിണിയിൽ 6-ാം ഭാവത്തിൽ അഷ്ടമഭാവത്തിൻ്റെ അധിപൻ്റെ നക്ഷത്രത്തിലൂടെ ഗോചരം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടത് ധനുരാശിക്കാർക്ക്, ചന്ദ്രൻ ധനുവിൽ ഉള്ള ആൾക്കാർക്ക്, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യം ഉള്ള ആൾക്കാർക്കാണെങ്കിലും, അതുപോലെ ഈ നക്ഷത്രങ്ങളിൽ ലഗ്നം വന്നവരാണെങ്കിൽ പോലും ഈ ഒരു സ്വാധീനം അത് ഉണ്ടാകും. അതുകൊണ്ട് ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ആരാധനാലയങ്ങളൊക്കെ സന്ദർശിക്കാൻ പറ്റുന്ന സമയം തന്നെയാണ്. കൂടുതലായിട്ടും സാധനകൾ, ആരാധന, നാമജപങ്ങൾ, അത്തരം കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് ഉചിതമായിട്ടുള്ളത്. പക്ഷേ എടുത്തുചാടി ജോലി മാറുന്നതിനെക്കുറിച്ചോ മേലധികാരിയുമായിട്ട് പ്രശ്നം വന്നിട്ട് ഒരു പെട്ടെന്ന് എടുക്കുന്ന തീരുമാനത്തിനോ ഒന്നും അനുയോജ്യമല്ല സമയം. അപ്പം അത്തരം കൂടുതലായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വ്യാഴം രോഹിണിയിലൂടെ ഗോചരം ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും അത് ഇമോഷണലായിട്ട് എടുക്കുന്ന തീരുമാനം തന്നെയായിരിക്കും, അത് ഏത് ദശാകാലമാണെങ്കിലും. അപ്പോൾ ഇമോഷണലായിട്ടെന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ നമ്മളെ ഒരുപാട് കാലം, ഒരുപാട് വർഷം അലട്ടിയ ഒരു പ്രശ്നത്തിൻ്റെ ഇതൊന്ന് അവസാനിപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്ന തീരുമാനമായിരിക്കാം. തെറ്റിദ്ധാരണകൾ കൊണ്ട് വന്ന് എടുക്കുന്ന തീരുമാനമായിരിക്കാം. പെട്ടെന്നൊരു സാമ്പത്തിക പ്രശ്നം വന്നിട്ട് നിങ്ങളുടെ ഒരു പിതൃസ്വത്തോ മറ്റോ വിൽക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നതിനനുസരിച്ചിട്ട് പെട്ടെന്ന് ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കാം. അപ്പോൾ യുവാക്കളൊക്കെ ആണെങ്കിൽ പിതൃസ്വത്ത് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ വിറ്റിട്ട് ഒക്കെ എവിടെയെങ്കിലും ആരുടെയെങ്കിലും ഉപദേശം കേട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്.
അത് ഈ ഒരു സമയത്ത് അത്ര ഒരു എന്താ പറയുക, നല്ല ഫലമായിരിക്കില്ല. കാരണം ഈ ഒരു സമയത്ത് എന്ന് വെച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കുക എന്നാണ്. അതായത് നിങ്ങൾക്കുള്ള സ്വത്തും പണവും ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും എടുത്തു ചാടി ചെയ്യുന്നതിനേക്കാളും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ അതുപയോഗിച്ചിട്ട് എന്ത് തുടങ്ങാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ വിപുലീകരിക്കാം, അത് നിങ്ങളുടെ ഒരു പഠിച്ച ഒരു യോഗ്യതയാണെങ്കിലും, ഇപ്പോൾ നിങ്ങൾ ഒരു IT ഫീൽഡിൽ, പ്രത്യേകിച്ച് രാഹുവിൻ്റെ വരവ് വലിയ സ്കോപ്പാണ് തരുന്നത് IT ഫീൽഡിൽ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ആ ഫീൽഡിൽ എങ്ങനെ IT ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, എന്തൊക്കെ കമ്പ്യൂട്ടറുമായിട്ടും ടെക്നോളജിയുമായിട്ടും മറ്റ് പുതിയ ആപ്ലിക്കേഷൻസ് AI പോലുള്ള കാര്യങ്ങൾ അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം. അതല്ലാതെ രോഹിണി എന്ന് പറയുമ്പോൾ തന്നെ അത് ക്രിയേറ്റീവാണ്. വ്യാഴത്തിൻ്റെ അവിടുത്തെ പ്രസൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അങ്ങനെ ചെറിയ തോതിൽ നിങ്ങളുടെ ഹോബി, നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ, നിങ്ങൾ നേരത്തെ മൂടിവെച്ച കഴിവുകൾ, നിങ്ങളുടെ എഴുതാനുള്ള കഴിവ്, അതായത് ക്രിയേഷനാണ്. എന്ത് തരത്തിൽ പറഞ്ഞാലും രോഹിണി ക്രിയേഷൻ തന്നെയാണ്. അത് സർഗാത്മകതയാണെങ്കിൽ നിങ്ങളുടെ പാടാൻ, നൃത്തം ചെയ്യാൻ, വരയ്ക്കാൻ, എന്താണ് ആ കഴിവ്, ക്രാഫ്റ്റ് വർക്കാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് തരത്തിലുള്ള ഒരു ഐഡിയ, പ്രത്യേകിച്ച് രോഹിണിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നോവേറ്റീവാണ്. ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും, ഒരു വ്യക്തിത്വം ഉണ്ടാകും. വ്യാഴം അവിടെ ഗോചരം ചെയ്യുമ്പോൾ നിങ്ങൾക്കിതൊരു എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു കഴിവിനെ ഉണർത്തിയിട്ട് ഒരു സ്പാർക്കിംഗ് ടൈം തന്നെയാണ് ഈ ഒരു സമയം എന്നത്. അത് മറ്റ് അധികമാരും കടന്നു ചെല്ലാത്ത മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ, ഇവിടെയൊന്നും ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ക്രിയേറ്റിവിറ്റിയാണ് നിങ്ങളുടെ ഊർജം, നിങ്ങളുടെ സമയം, നിങ്ങളുടെ ഐഡിയാസ്, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടാണെങ്കിലും, അതായത് ഒരു കൗൺസിലറെ പോലെ മറ്റുള്ളവർക്ക് ഐഡിയാസ് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണെങ്കിലും, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കൺസൾട്ടൻസി തുടങ്ങാനും, നല്ലൊരു ഉപദേശം കൊടുക്കുന്ന ഒരാളായിട്ട്, അതുപോലെ അധ്യാപനം പ്രൊഫഷനാണെങ്കിലും ബാങ്കിങ് സെക്ടറിലാണെങ്കിലും ഇതിലൊക്കെ സ്കോപ്പുള്ള സമയമാണ്. പക്ഷേ ഇതിവിടെ പണം എന്നത് ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ വീട്, വാഹനം, പ്രോപ്പർട്ടി എന്നിവ വാങ്ങാൻ, അത് മോടി പിടിപ്പിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി അത് ശരിയാക്കിയെടുക്കണം എന്ന് എല്ലാവരും കൂടി നിങ്ങളെ നിർബന്ധിക്കുന്നു. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ജാതകത്തിനനുസരിച്ചിട്ടാണ് ഒന്ന് ചിന്തിക്കണം. അത് എന്തിന് ഇപ്പോൾ ചെയ്യണമെന്നത് കുറച്ച് സമയത്തേക്ക് മാറ്റിവെക്കുക. കാരണം ഇത് ജൂൺ വരെ ഈ ചൊവ്വയുടേതായാലും വ്യാഴത്തിൻ്റെതായാലും, ചൊവ്വ നിങ്ങളുടെ 12ാം ഭാവാധിപനും അതുപോലെ 5ാം ഭാവാധിപനുമാണ്. വ്യാഴം നിങ്ങളുടെ ലഗ്നാധിപനും, അത് ചന്ദ്രരാശിയാണെങ്കിൽ രാശിയാധിപനാണ്, 4ാം ഭാവാധിപനുമാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ധനപരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് അത് നിങ്ങൾ പ്രത്യേകം നിങ്ങളുടെ ആചാര്യനെ കണ്ട് ജാതകം നോക്കിച്ചിട്ട് ഒക്കെ വേണം തീരുമാനമെടുക്കാൻ. നേരത്തെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങളാണെങ്കിൽ അതിൽ തുടരാവുന്നതാണ്. നേരത്തെ തന്നെ നിങ്ങൾ ആചാര്യനെ കണ്ട് നോക്കിച്ചിട്ടൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് വച്ചിട്ടുള്ളതാണെങ്കിൽ അത് ഓക്കെയാണ്. എന്നാലും ഈ ഒരു സമയത്ത് പണമിടപാടുകൾ നടത്തുമ്പോൾ അതൊന്നുകൂടി പുനഃപരിശോധിക്കണമെന്നൊരു സജഷൻ കൂടിയുണ്ട്. ഇവിടെ കടം കൊടുത്താൽ അത് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ വേണ്ട. പക്ഷേ പെട്ടെന്നൊരു ജോലി ലഭിക്കാനൊക്കെയുള്ള സമയം വന്നു ചേരുന്നു. അതുപോലെ ജോലിയിൽ മാറ്റം അങ്ങനെ ചെയ്യേണ്ടുന്നൊരു സമയമല്ല, നിങ്ങളായിട്ട് സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്ന ഒരു സമയമല്ല. എന്നാലും ദശാകാലങ്ങൾക്കനുസരിച്ച് ട്രാൻസ്ഫർ വരാൻ, നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് റോള്, ഇതൊക്കെ മേലധികാരി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടൽ കൊണ്ട് നിങ്ങൾക്ക് മാറേണ്ടി വരുന്ന സാഹചര്യം വന്നു ചേരാം. അതുകൊണ്ട് തന്നെ പുതിയൊരു ഫീൽഡിലേക്കുള്ളൊരു എൻട്രി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊന്നും നിങ്ങളുടെ ഇഷ്ടത്തോടെ, സമ്മതത്തോടു കൂടെ, അല്ലെങ്കിൽ മനഃപൂർവ്വം ആയിരിക്കില്ല, നിർബന്ധിക്കപ്പെട്ടിട്ടായിരിക്കും. അത് തീർച്ചയായിട്ടും ദശാകാലങ്ങളാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം എന്നത്, വ്യാഴമാണ് ഇവിടെ ലഗ്നാധിപൻ, 4ാം ഭാവാധിപൻ ആണിവിടെ രോഹിണിയിൽ, അഷ്ടമഭാവത്തിൻ്റെ എന്താ പറയുക, അധിപനായിട്ടുള്ള ചന്ദ്രൻ്റെ രാശിയിൽ, ചന്ദ്രൻ്റെ നക്ഷത്രത്തിൽ ഗോചരം ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാര്യം പറയാനുള്ളത്, നല്ലൊരു ഗുരു ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല ഉപദേശം തരുന്ന ഒരാളുണ്ടെങ്കിൽ, അതായത് വ്യക്തമായിട്ട് കാര്യങ്ങൾ ഇന്നതാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു തരുന്ന ഒരാൾ, ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിനത്ര ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് അത് നല്ല ഉപദേശമായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് ഉപകരിക്കുന്ന കാര്യമായിരിക്കാം. അപ്പോൾ അത്തരം ആൾക്കാർ ജീവിതത്തിലേക്ക് വന്നു ചേരാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഡ്വൈസേഴ്സിനെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യേണ്ടതാണ്. അതായത് ഒരുപാട് എന്താ പറയുക, നിങ്ങളുടെ ആ പോസിറ്റീവ് സൈഡ് മാത്രം പറഞ്ഞ് പ്രശംസിച്ച് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരാൾ ആണെങ്കിൽ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. അതേസമയം കുറച്ച് കാർക്കശ്യത്തോടു കൂടി
ഇന്നതൊക്കെ ചെയ്താൽ ഇന്നതാണ് ഭവിക്കുക എന്ന് പറഞ്ഞു തരുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ഒരു അഡ്വൈസർ വരാനും സാധ്യതയുണ്ട്. അത് ആർക്കാണെന്ന് വെച്ചാൽ ആരാണോ കൂടുതൽ സാധന ചെയ്യുന്നത്, പ്രാർത്ഥനകൾ ചെയ്യുന്നത്, അമ്പല സന്ദർശനങ്ങൾ ചെയ്യുന്നത്, നിത്യം നാമജപം ചെയ്യുന്നത്, ഇവർക്കൊക്കെ നല്ലതാണ്. പിന്നെ ഒരു സജഷൻ എന്നത് ഈ ഒരു സമയത്ത് ടഫാണ് സമയം. ഈ ഒരു സമയത്ത് നിങ്ങൾ സോഫ്റ്റായിട്ടുള്ള ദൈവങ്ങളെ, അതായത് മൂർത്തികളെ ആരാധിക്കുന്നതിനേക്കാളും ഈ ഒരു സമയത്ത് നിങ്ങൾ ആരാധിക്കേണ്ടത്, അതായത് ശരിക്കും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അതുകൊണ്ട് ഉഗ്രമൂർത്തികളെ തന്നെയാണ് ഈ ഒരു സമയം ആരാധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഗുപ്ത ശത്രുക്കളുണ്ടാകും. നിങ്ങളോട് മിത്രത നടിച്ചു വരുന്ന ബന്ധുക്കളും അതുപോലെ ജീവിത പങ്കാളിയുടെ വീട്ടുകാർ ഡെഫിനറ്റ്ലി അവരുടെ ഉദ്ദേശ്യം മറ്റൊന്ന് തന്നെയായിരിക്കും. നിങ്ങളുടെ ഗുപ്ത ശത്രുക്കൾ, അതായത് ഈ സമയത്തുള്ള ബന്ധങ്ങൾ അത് നന്മ നടിച്ചിട്ട് വരുന്നവരാണെന്ന കാര്യത്തിൽ എന്താ പറയുക, സംശയമില്ല. ദശാകാലങ്ങളാണ് ഇത് ഉറപ്പ് വരുത്തുന്നത്. ദശാകാലങ്ങൾക്കാണ്, നിങ്ങളുടെ ദശാകാലങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മഫലങ്ങൾ പറയുന്ന സമയങ്ങളാണ്. പാസ്റ്റ് ലൈഫിലേതായാലും ഈ ലൈഫിലേതായാലും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഉറപ്പ് പറയാൻ പറ്റുക. പക്ഷേ ഗോചരത്തിൽ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങളെ ഇങ്ങനെ നിങ്ങളുടെ ഉദ്യമത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ, നിങ്ങളൊരു കാര്യവുമായിട്ട് ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിന് ശരിയാവില്ല, നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ, അതിൻ്റെ നെഗറ്റീവ് സൈഡൊക്കെ പറഞ്ഞു തന്നിട്ട് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഒക്കെ ആൾക്കാർ വരുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ നിങ്ങളെടുത്ത തീരുമാനത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. തീർച്ചയായിട്ടും ഒരു അഡ്വൈസർ, നല്ലൊരു അഡ്വൈസറിൻ്റെ ഉപദേശം തേടേണ്ടതാണ്. അതുപോലെ ഈ പറയുന്ന ആൾക്കാർ, ഗുപ്തശത്രുക്കൾ, ഇത് ജോലി സ്ഥലത്തും ഉണ്ടാകും. നിങ്ങൾ തീരെ വിചാരിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്നത്. നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ വ്യക്തി എന്നെ ഒറ്റിക്കൊടുക്കും, ഈ വ്യക്തി എന്നെ പറ്റിക്കും, അല്ലെങ്കിൽ അന്ന് പണം ചോദിച്ചു വരുമ്പോൾ അതൊരു എന്താ പറയുക, സ്ത്രീ ആയിരിക്കാം. അതായത് ശുക്രൻ്റെ രാശിയിലാണ്, ചന്ദ്രൻ്റെ നക്ഷത്രത്തിലാണ്. അപ്പോൾ ഒരുപക്ഷെ മാതൃസ്ഥാനത്തുള്ള ആളായിരിക്കാം, ജീവിത പങ്കാളിയുടെ വീട്ടുകാരായിരിക്കാം. പക്ഷേ അവരുടെ നേരത്തെയുള്ള പെരുമാറ്റം വച്ചിട്ട് ഇങ്ങനെയൊരു തിരിച്ചടി, ഇങ്ങനെയൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ടുതരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത് കുറച്ച് ദൈർഘ്യമുണ്ട് ഇതിന്. ചൊവ്വയുടെ ഈ 7ലെയും 8ലെയും ഗോചരവും വ്യാഴം ഇതുപോലെ ഏപ്രിൽ 10 വരെയുള്ള വ്യാഴത്തിൻ്റെ ഒരു രോഹിണിയിലൂടെയുള്ള ഗോചരമാണെങ്കിലും ഇങ്ങനെ ആൾക്കാരെ ഒന്ന് സൂക്ഷിക്കണം. നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല. അതുകൊണ്ട് ഇവിടെ ഉഗ്രമൂർത്തികളെ, നരസിംഹമൂർത്തിയെ ആരാധിക്കാവുന്നതാണ്, മഹാകാളിയെ ആരാധിക്കാവുന്നതാണ്, ഭദ്രകാളിയെ ആരാധിക്കാവുന്നതാണ്. ഏറ്റവും പ്രധാനം ചൊവ്വയുടെ ഒരു സ്വാധീനം ഇവിടെ ഉള്ളതുകൊണ്ട് ഹനുമാൻജിയെ ആരാധിക്കാവുന്നതാണ്. ഹനുമാൻജിയുടെ പ്രൊട്ടക്ഷൻ എന്നത് ബെസ്റ്റ് പ്രൊട്ടക്ഷനാണ്. കാരണം എന്താ പറയുക, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വൈഷ്ണവനാണ് ഹനുമാൻജി. അതുകൊണ്ട് ഹനുമാൻ ചാലിസ വായിക്കുന്നതും നല്ലതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകത്തിലെ എന്താ പറയുക, ഗ്രഹങ്ങളുടെ സ്ഥാനത്തിനനുസരിച്ചിട്ട് ആചാര്യനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ആരാധിക്കാവുന്നതാണ്. എന്നിരുന്നാലും ഇതാണ് ബെസ്റ്റ് പ്രൊട്ടക്ഷൻ, ഈ ദൈവങ്ങളെ ആരാധിക്കുന്നത്. അതിൽ മറ്റൊരു എടുത്തു പറയാവുന്ന കാര്യം എന്നത് വരാഹി അമ്മയാണ്. വരാഹി ദേവിയെ ആരാധിക്കുന്നതും അമ്മ ഭദ്രകാളിയെ ആരാധിക്കുന്നതും ഒക്കെ ഗുണം ചെയ്യും. അപ്പോൾ എവിടേക്ക് യാത്ര പുറപ്പെടുമ്പോഴും അതുപോലെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഹനുമാൻ ചാലിസ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. കേൾക്കുന്നത് നല്ലതാണ്. പ്രൊട്ടക്ഷനാണ്. ഈ സമയത്ത് നിങ്ങൾ ജോലി മാറ്റത്തിനോ പുതിയ ജോലി കിട്ടാനോ സാലറി വർദ്ധിക്കാനോ ഇതിനൊന്നും നിങ്ങൾ ആവശ്യപ്പെടാതിരിക്കുക. ഈ സമയത്ത് പ്രൊട്ടക്ഷനാണ് ആവശ്യപ്പെടേണ്ടത്. അതായത് ദൈവത്തോട് നമുക്ക് എന്തും ചോദിക്കുന്നതിന് യാതൊരു മടിയും വേണ്ട. അതായത് നമ്മൾ ഒരു കുടുംബജീവിതം, ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുന്ന ആൾക്കാർ, നമ്മൾ വിരക്തരല്ല എന്നുള്ള ഒരു ബോധം, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ, മോക്ഷം അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയല്ല ചിന്തിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൈനീട്ടാൻ പറ്റുന്നത് നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ മുന്നിലാണ്. കാരണം അവരോട് കൈനീട്ടുന്നതാണ് നല്ലത്. മറ്റുള്ളവരോട്, മനുഷ്യന്മാരോട്, പുറമേയുള്ള ആൾക്കാരോട് കൈനീട്ടുന്നതിനേക്കാളും എന്ത് കാര്യവും കൈനീട്ടി അപേക്ഷിക്കാവുന്നത് നമ്മുടെ ഇഷ്ടദൈവത്തോടാണ്. അപ്പോൾ നാമജപങ്ങൾ ഒരുപാട് ഇവിടെ ഗുണം ചെയ്യും. നാമജപങ്ങൾ ചെയ്യാനും സമയം കണ്ടെത്തുക. നല്ല ആരാധനയോട് കൂടി ഇരിക്കുക. സമയം അഷ്ടമഭാവത്തിൻ്റെ അധിപൻ്റെ നക്ഷത്രങ്ങളിൽ, പ്രത്യേകിച്ച് ചന്ദ്രൻ്റെ നക്ഷത്രങ്ങളിൽ വ്യാഴം ഗോചരം ചെയ്യുമ്പോൾ അത് ഇമോഷണലായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന സമയമായിരിക്കും. അത് ലോങ് ടേം ഇഫക്റ്റ് തരുന്ന തീരുമാനങ്ങളായിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഷോർട്ട് ടേം ഇഫക്റ്റ് അല്ല. പെട്ടെന്ന് ഒരാളെ എന്താ പറയുക, വാക്ക് കൊടുക്കുക, കല്യാണം കഴിക്കാമെന്ന് പറയുക, പിന്നീട് അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അന്ന് ഇത്ര ധൃതിയിൽ ഈ തീരുമാനം എടുക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകും. അതുപോലെ
പണം കടം കൊടുക്കുക. ഏറ്റവും പ്രധാനമായിട്ട് അത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ആയിരിക്കും. അതുപോലെ പലപ്പോഴും നിങ്ങൾ ജോലിക്കായിട്ടും പഠിക്കാനായിട്ടും മറ്റുള്ളവരെ നിങ്ങൾ സഹായിച്ചിട്ട് ഈ സമയത്ത് എന്തെങ്കിലും ഒരു സപ്പോർട്ടിനായിട്ട്, ഒരു പക്ഷേ ഒരു കാര്യം പറയാനായിട്ട്, ഒരു ഇമോഷണൽ പ്രോബ്ലം നിങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ പോലും അവർ നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കാതെ വരിക, അതായത് ഇമോഷണലി ഹേർട്ട് ആവുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു ഗോചരത്തെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണണം. ഈ ഒരു അഷ്ടമത്തിൻ്റെ അധിപനായിട്ടുള്ള ചന്ദ്രൻ്റെ നക്ഷത്രത്തിൽ ലഗ്നാധിപൻ ഗോചരം ചെയ്യുമ്പോൾ വിവാഹ ജീവിതം സുരക്ഷിതമാക്കി ഇരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ജീവിത പങ്കാളിയുമായിട്ടും ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു ചേർന്നു എന്ന് വരാം. പരസ്പരം ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഇഷ്യൂ ആണ് കൂടുതലുണ്ടാവാൻ പോകുന്നത്. അത് നമ്മുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ പൈസയുടെ കാര്യത്തിൽ അതിൻ്റെ ഇടപാടുകൾ എന്നത് വളരെ ശ്രദ്ധിക്കണം. അത് ഇമോഷണലായിട്ട് എടുക്കേണ്ട തീരുമാനമല്ല. അത് ആരുടെ എന്താ പറയുക ഒരു സ്വാധീനമാണെങ്കിൽ പോലും. കാരണം ഇവിടെ ചന്ദ്രൻ അമ്മയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ആ ഒരു എന്താ പറയുക ഗ്രഹത്തിൻ്റെ നക്ഷത്രത്തിലാണ് വ്യാഴം ഗോചരം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോട് ഇവിടെ ഡിമാൻഡ് വയ്ക്കുന്ന ആൾക്കാരിൽ, അതായത് നിങ്ങളുടെ ദശാകാലം നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ പൊസിഷൻ അനുസരിച്ചിട്ട് മാതൃസ്ഥാനത്തുള്ള ആൾക്കാരും ധനപരമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഡിമാൻഡ് വയ്ക്കാൻ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് എങ്ങനെയുള്ള ആവശ്യങ്ങളാണ് വരുന്നത് എന്നത്, അതുപോലെ ഒരുപക്ഷെ നിങ്ങളുടെ ദശാകാലങ്ങൾ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് പിതൃസ്വത്തൊക്കെ കിട്ടുന്ന സമയമാണ് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ജാതകത്തിലെ നമ്മുടെ ഗ്രഹങ്ങൾ എവിടെയിരിക്കുന്നു, ഏത് ദശാകാലമാണ്, അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഗെയിൻസ് തരാനും സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഒരു അഷ്ടമം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആകസ്മികത, ഒരു ഹിഡൻ അജണ്ടയുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഒരു ഹിഡൻ അജണ്ട എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നൊരു സമയമല്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സമയത്ത് നല്ല ആരാധനകളാണ്. അതുകൊണ്ട് കഴിയെങ്കിൽ നരസിംഹമൂർത്തി ഭഗവാന്റെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, ഹനുമാൻജിയുടെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, ഭദ്രകാളി മഹാകാളി ദേവിയുടെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, വാരാഹി അമ്മയുടെ എന്താ പറയുക ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക. ഇവരുടെയൊക്കെ കവചങ്ങൾ കിട്ടും, യൂട്യൂബിൽ കിട്ടും കേൾക്കാനായിട്ട്. അത് നിരന്തരം കേൾക്കുക. നിങ്ങൾക്ക് ചൊല്ലാൻ സമയവും സൗകര്യവും ഇല്ലെങ്കിലും കേൾക്കുക. നരസിംഹ കവചമാണെങ്കിലും ഹനുമാൻ കവചമാണെങ്കിലും എല്ലാം വളരെ എന്താ പറയുക വളരെ പ്രൊട്ടക്ഷൻ തരുന്നതാണ്, വളരെ ഇഫക്റ്റീവാണ്. അതിന് നിങ്ങളൊരു സമയം നിശ്ചയിക്കുക. സമയം അധികം മാറുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് ഒരു സമയം ഫിക്സ് ആക്കി വയ്ക്കുക. നിങ്ങൾക്ക് രാവിലെ സമയമില്ലെങ്കിൽ ഓഫീസിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞ് ഫ്രഷൊക്കെ ആയിട്ടുള്ളൊരു സമയമാണെങ്കിൽ, അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഒന്നുകൂടി ഫ്രഷ് ആവണം. അത് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റൂല്ലെങ്കിലും കേൾക്കുന്ന ആ ഭക്തിയോടുകൂടി ഒരു റെസ്പെക്റ്റ് വേണം. അതുകൊണ്ട് ഒന്നുകൂടി ഒരു ഫ്രഷ് ആയിട്ടുള്ള വസ്ത്രമൊക്കെ അണിഞ്ഞിട്ട് വേണം ഇത് ധ്യാനം, കണ്ണടച്ചിരുന്ന് ധ്യാനത്തിലിരുന്ന് അത് കേൾക്കുക, ഡൗൺലോഡ് ചെയ്ത് കേൾക്കുക, പരസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ വരാതിരിക്കാനായിട്ട്. അപ്പോൾ അത് ഗുണം ചെയ്യും. വായിക്കാൻ കഴിയുമെങ്കിൽ വളരെ ഉത്തമമാണ് കവചങ്ങൾ വായിക്കാൻ കഴിയുമെങ്കിൽ. അതുപോലെ കൂടുതലായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ, പ്രത്യേകിച്ച് ഗർഭപാത്രത്തെ സംബന്ധിക്കുന്ന പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനെ, ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത് ലിവറിനെയാണ്. ഉദരസംബന്ധമായിട്ടുള്ള ഗോൾ ബ്ലാഡർ, ഉദരസംബന്ധമായിട്ടുള്ള ലിവറാണ്. വ്യാഴം എന്ന് പറഞ്ഞാൽ ലിവർ തന്നെയാണ്. അങ്ങനത്തെ ആമാശയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്ത്രീകളാണെങ്കിൽ യൂട്രസും ഉണ്ട്. അഷ്ടമഭാവത്തിൻ്റെ ഈ ഒരു നേരത്തെ തന്നെ യൂട്രസൊക്കെ എടുത്ത് കളഞ്ഞവരാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം ഈ ഒരു സമയത്ത്. കാരണം മറ്റു ഹോർമോണൽ ഇംബാലൻസ് കാരണം പ്രശ്നങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അതുപോലെ കണ്ണുകളുടെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. മൊത്തത്തിൽ ആരോഗ്യം ഇവിടെ, കരിയർ ഒരുവിധം നിങ്ങളുടെ നല്ലതായിട്ട് പോകുന്നുണ്ടെങ്കിലും ആരോഗ്യം ഇവിടെ പ്രശ്നം സൃഷ്ടിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ എവിടെ ഇരിക്കുന്നു, അതായത് നമ്മുടെ കർമ്മഫലമാണ് നമ്മുടെ ജാതകം കാണിക്കുന്നത്. എന്തൊക്കെ ചെയ്തിട്ട് വന്നിരിക്കുന്നു, എന്തൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്, അതിന് എത്രമാത്രം ദൈവികമായിട്ടുള്ള പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്, ഇതെല്ലാം നമുക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ എന്തൊക്കെ എന്താ പറയുക നല്ല വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, അതാണ് ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്, നമ്മുടെ 9ാം ഭാവം. അങ്ങനെ അനുഗ്രഹീതനാണെങ്കിൽ തീർച്ചയായിട്ടും പരിഹാരങ്ങളിലൂടെ തീർച്ചയായിട്ടും കുറച്ച് ആശ്വാസം ലഭിക്കുന്നതുമാണ്. അതുകൊണ്ട് ജാതകം എന്നത് മുഖ്യമാണ്. നമ്മുടെ ജാതകം, ഓരോരു വ്യക്തിയുടെയും ജാതകം, ആ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ പൊസിഷൻ, ഏത് ദശാകാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് ഉത്രാടം നക്ഷത്രത്തിലെ ഒരു വ്യക്തിയുടെ ചന്ദ്രൻ്റെ മഹാദശയും മൂലം നക്ഷത്രത്തിൻ്റെ വ്യക്തിയുടെ ചന്ദ്രൻ്റെ മഹാദശയും രണ്ടും രണ്ട് തരത്തിലാണ്. ഒരേ രാശിയിൽ ജനിച്ചാലും ഈ നക്ഷത്രം
ത്തിൻ്റെ അധിപന്മാർ എവിടെയിരിക്കുന്നു, ഈ ഗ്രഹങ്ങൾ എവിടെയിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് ഫലം വ്യത്യാസമാണ്. കാരണം കർമ്മങ്ങളാണ്. ആ വ്യക്തി അവരുടെ പിതൃക്കൾ എന്ത് കർമ്മം ചെയ്തു അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കും. ഈ ജന്മത്തിലെ കർമ്മഫലവും അനുഭവിക്കും. മാത്രമല്ല നമ്മുടെ ഇൻറ്റൻഷൻ എന്താണ്, നമ്മൾ ആ ഒരു അക്സെപ്റ്റ് ചെയ്യുന്നൊരു മോഡിലുണ്ടോ നമ്മൾ. എന്ത് തന്നെയായാലും എൻ്റെ പാപങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പാസ്റ്റ് ലൈഫിൽ ചെയ്തത് അതിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ കുറ്റബോധമുണ്ട്, അതിനെ തിരുത്താൻ ആഗ്രഹിക്കുന്നു, ഈ ജന്മത്തിൽ നല്ല സിൻസിയറായിട്ടിരിക്കുന്നതാണ് എന്നുള്ള ഒരു ചിന്തയൊക്കെ, ഒരു ഇൻറ്റൻഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ, ആരാധനയോട് കൂടിയിരിക്കാനൊക്കെ ഉള്ളൊരു തീരുമാനം, ഉറച്ച തീരുമാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാകും. എല്ലാം ഭഗവാൻ വീക്ഷിക്കുന്നുണ്ടെന്ന കാര്യം മറക്കണ്ട. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഏത് സാഹചര്യത്തിലും ഇടവം എന്ന് പറയുമ്പോൾ, അവിടെ രോഹിണി എന്ന് പറയുമ്പോൾ തന്നെ അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൂടി നമ്മൾ സ്മരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ എപ്പോഴും അത്യുത്തമം തന്നെയാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ഡെയിലി ചൊല്ലുന്നതും ഗുണം ചെയ്യും. പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. നിങ്ങളുടെ കൂടുതലായിട്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ ശത്രുവിൻ്റെ ദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആചാര്യനെ പോയി കണ്ട് മന്ത്രിച്ച് ജപിച്ച് കെട്ടുന്നതും ഒക്കെ നല്ലതായിരിക്കും. അത് താന്ത്രികമായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെയ്തു തരുന്നതാണ്. അത് നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരെ പോയി കണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും തേടാവുന്നതാണ്. ഇൻ കേസ് ഓഫ് എമർജൻസിയാണ്. കാരണം നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൂടുതലായിട്ട് വേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ. പക്ഷെ ദീർഘകാലമായിട്ട് നിങ്ങൾ ഭദ്രകാളി, മഹാകാളി, വരാഹി അമ്മ, ആഞ്ജനേയ സ്വാമി, ഒരു നരസിംഹമൂർത്തി, ഇങ്ങനെയുള്ള ഭഗവാന്മാരെ ദേവിമാരെ നിങ്ങൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ വലിയൊരു ടെൻഷൻ വേണ്ട ഈ ഒരു സമയത്ത്. ആ ആരാധനകൾ തുടർന്നാൽ മതി. അപ്പോൾ ഇതൊരു ചെറിയൊരു അറിയിപ്പാണ് ധനുരാശി ധനു ലഗ്നക്കാർക്ക് വേണ്ടി. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദിയുണ്ട്. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ.